നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി അദാനി ഭായ് ഭായ് രാഹുൽ ഗാന്ധിയുടെ ആപ്തവാക്യമാണ്. ആ അദാനി കേരളത്തിൽ സൂപ്പർ ഗവൺമെന്റ് ആണോ എന്ന് ഇന്ന് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ചോദിക്കുന്നു. സർക്കാരിനെ അറിയിക്കാതെ ചട്ടങ്ങൾ ലംഘിച്ച് ആഗോള ഭീമന് ഓഹരി കൈമാറാൻ അദാനിക്ക് അധികാരമുണ്ടോ? ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞൊഴിയാൻ പറ്റുമോ കേരളത്തിന്റെ തുറമുഖ വകുപ്പ്, ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക്? MSC ടെർമിനൽ വിഴിഞ്ഞമേറ്റെടുത്താൽ ആരുറപ്പാക്കും ഫെയർ കോമ്പറ്റീഷൻ? അതോ അദാനിയേക്കാൾ ഷിപ്പിംഗ് മേഖലയിൽ പരിചയവും അനുഭവ സമ്പത്തുമുള്ള ലോകത്തെ നമ്പർ 1 കമ്പനി വിഴിഞ്ഞത്തേക്ക് വമ്പൻ നിക്ഷേപമായി വരുമ്പോൾ കൈനീട്ടി സ്വീകരിക്കുകയാണോ കേരളം ചെയ്യേണ്ടത്? MSC പോയാൽ നിക്ഷേപ സൗഹൃദം എന്ന കേരളത്തിന്റെ വാദം വിഴിഞ്ഞത്തെ കടലിൽ ഒഴുകിപ്പോകില്ലേ? നമുക്കൊപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP-യിൽ നിന്ന് TP ജയചന്ദ്രൻ, മാരിടൈം ബോർഡിന്റെ മുൻ ചെയർമാൻ VJ മാത്യു എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ചർച്ചയിലേക്കും അതിഥികളിലേക്കും പോകുന്നതിന് മുൻപ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക, വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. കുറുക്ക് വഴിയിലൂടെ അല്ലല്ലോ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നേടേണ്ടത്, നേരായ വഴിയിലൂടെയല്ലേ. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുക്കുന്നതാണ്. ശ്രീ രാജു പി നായർ, എന്തുകൊണ്ടാണ് KC വേണുഗോപാലിന് ഇന്ന് അദാനിയാണോ കേരളത്തിലെ സൂപ്പർ ഗവൺമെന്റ് എന്ന് ചോദിക്കേണ്ടി വന്നത്? BJP സംസ്ഥാനങ്ങളിൽ മാത്രം നടക്കുന്ന, അദാനിക്ക് മാത്രം കിട്ടുന്ന ഇളവ് എങ്ങനെ കേരളത്തിൽ കിട്ടി? ആര്യ, നിങ്ങൾ KC വേണുഗോപാലിൻ്റെ പ്രസ്താവനയെ നിങ്ങൾ തെറ്റായിട്ട് കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം ഏതാണ്ട് സർക്കാരിൽ മേലെ അദാനി നിൽക്കുന്നു എന്നുള്ള തരത്തിലല്ല അദാനിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അദാനിയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലാണ്ട് അദാനി സൂപ്പർ അതൊന്നും അല്ലല്ലോ. കേരളത്തിൽ മറ്റുള്ള BJP സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന ആനുകൂല്യം കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് അദ്ദേഹം മറ്റൊരു രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ആ ചോദ്യം എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഇവിടെ ഈ ഡീലിനെ സംബന്ധിച്ച് ഇവർ സെക്ഷൻ 5.3 വെച്ചിട്ടാണ് ഈ ഡീൽ അവർ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ അവരുടെ കയ്യിലുള്ളതിൻ്റെ 49% ഷെയറാണ് ഇവർ MSCക്ക് മേടിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ഷെയർ ഇത് നടത്തുന്നതിന് മുമ്പായിട്ട് അവർ പ്രയർ ഇൻഫർമേഷൻ സർക്കാരിന് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടായില്ല എന്നുള്ളതാണ്. ഇനി അതുണ്ടാവാതിരുന്നപ്പോൾ അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാട് സർക്കാർ അദാനിയോട് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവരുടെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ അപേക്ഷ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു. അതിന് സർക്കാർ ഒരു എംപവേർഡ് കമ്മിറ്റിയെ അതിനകത്ത് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള അവർക്ക് നിയമപരമായിട്ട് നമ്മുടെ എഗ്രിമെൻ്റ് പ്രകാരം തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് അവർ സർക്കാരിനെ അറിയിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് തൽക്കാലം ഒരു വിഷയമായിട്ടുള്ളത്. ആ തീരുമാനത്തെ അല്ലെങ്കിൽ അത് അറിയിക്കാതിരുന്നതിനെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ ഡിസ്പ്ലഷറും പറഞ്ഞിട്ടുണ്ട്. അതിന് വരുന്ന അപേക്ഷയ്ക്ക് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മുടെ സുരക്ഷയെ സംബന്ധിച്ച് നോക്കണം. ചട്ടലംഘനമാണത്, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോൺഗ്രസിന്റെ പ്രശ്നം സർക്കാരിനെ അറിയിച്ചില്ല എന്നുള്ളത് മാത്രമാണോ? അതോ MSC വരുന്നതിൽ, MSC 49% ഓഹരികൾ ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസിന് എന്തെങ്കിലും, UDF എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, UDF അതിനകത്ത് MSCയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഡീല് സംബന്ധിച്ച് വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ MSCയും ഈ ഡീൽ പ്രകാരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിനകത്ത് വിഴിഞ്ഞത്ത് ഒരു മോണോപ്പൊളൈസേഷൻ ഇല്ലാതെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ അതെങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോഴാണ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയിട്ടുള്ള ആദ്യ ടെൻഡർ നടന്നത്. ആദ്യ ടെൻഡർ നടന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ചൈനീസ് കമ്പനിയാണ് അതിനകത്ത് പങ്കെടുത്തത്. അതുകൊണ്ടല്ലേ നമ്മൾ ഒരു സുരക്ഷാ ക്ലിയറൻസ് കിട്ടാതെ അത് പോയത്. അതിനുശേഷമാണല്ലോ നമുക്ക് അദാനിയെ സമീപിക്കേണ്ടതായിട്ട് വന്നത്. അപ്പം തീർച്ചയായിട്ടും
ഈ ഒരു ഡീലിനെ സംബന്ധിച്ച് MSCയെ സംബന്ധിച്ചും ആധാറിൻ്റെ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ്സിനെ സംബന്ധിച്ചും സംസ്ഥാനത്തിന് താല്പര്യം ഹനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. ആ എംപവേർഡ് കമ്മിറ്റി നോക്കി അതിനുശേഷം സംസ്ഥാന യുക്തമായിട്ടുള്ള ശ്രീരാജു പി നായർ, 20 വർഷം മുമ്പ് ഒരുപക്ഷെ താങ്കൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവും, ആദ്യമൊക്കെ ടെൻഡർ വിളിച്ചപ്പോൾ വിഴിഞ്ഞത്തേക്ക് വരാൻ കമ്പനികൾ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു നമ്മൾ അന്ന് നേരിട്ട പ്രശ്നമെങ്കിൽ ഇന്ന് നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് MSC. അത് വരുന്നു, ഷിപ്പിംഗ് കമ്പനി കേരളത്തിൽ താല്പര്യം കാണിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഇത്രയും വലിയ നിക്ഷേപം നടത്താൻ അവർ വരുന്നു. അതിൻ്റെ സാധ്യതകൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ അത് വരുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പെറ്റി ഇഷ്യൂസ് പറഞ്ഞ് MSC അഥവാ ഇതിൽ നിന്ന് പിന്നോട്ട് പോയാൽ വികസനം പിന്നെ ആര് വിശ്വസിച്ച് വരും കേരളത്തെ എന്നൊരു ചോദ്യം കൂടി ഉണ്ടോ? അല്ല, ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ സ്പിരിറ്റിന് ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ ചോദ്യം. ആര്യയുടെ ആദ്യത്തെ ചോദ്യം ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അദാനിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ലഭിക്കാത്ത പരിഗണന കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ, വളരെ വലിയ വിമർശനാത്മകമായിട്ടും അതിൽ രാഹുൽ ഗാന്ധിയുടെ ചോദിക്കായിരുന്നു. ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ വെച്ചാൽ രാഹുൽ ഗാന്ധി അദാനിയുമായിട്ടുള്ള പ്രശ്നം BJP ഉന്നയിക്കുന്ന മറ്റു വെച്ചിട്ടുണ്ടോ? അപ്പം അതിന് നേരെ ഘടകവിരുദ്ധമാണ് ഈ ചോദ്യം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതി UDFന്റെ കുഞ്ഞാണ്. അത് തീരുമാനിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യം പരിഗണിച്ചത് തന്നെയാണ് അതിനകത്ത് എത്തിയിട്ടുള്ളത്, ഒരു കരാർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഈ ഘട്ടത്തിൽ വരെ എത്തിയിട്ടുള്ളൂ. അതിന് 10 വർഷം ഇതിനിടയ്ക്ക് ഇവർ കുറച്ച് നാൾ CPM കൈകാര്യം ചെയ്തു എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എടുക്കാൻ രണ്ടാം സ്റ്റേജൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റിന് യാതൊരു പ്രശ്നവുമില്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയുള്ള സമീപനമാണ് UDFൻ്റേത്. അവിടെ ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തിന് താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നതാണോ അല്ലെങ്കിൽ മോണോപ്പലൈസേഷന് വഴിവെക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം അതിനകത്തുണ്ടാവും. ശരി, ശ്രീ കെ അനിൽകുമാർ, ഈ വിഴിഞ്ഞത്തേക്ക് MSC വരുന്നത് ഈ അദാനി പോർട്സിന്റെ 49% ഓഹരി ഏറ്റെടുക്കുകയാണെങ്കിൽ CPMന്റെ ഇടതുപക്ഷത്തിന്റെ കൺസേൺ ആശങ്കകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ അദാനി മുൻകൂട്ടി സർക്കാരിനൊന്നും അറിയിക്കാൻ പറ്റിയില്ല, അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ ഇത് സതീശൻ പറയുന്നതാണോ KC വേണുഗോപാൽ പറയുന്നതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോണത്? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാന സർക്കാരൊരു കത്തെഴുതണം, അദാനി കത്തെഴുതാൻ മറന്നുപോയി, അതൊക്കെ മാപ്പാക്കിയേക്കാം. ഇതല്ലേ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട രാജു പി നായർ പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ 2 കാര്യം ഞാൻ തിരുത്താം. ഒന്ന്, വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി എന്നല്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ ചൈനീസ് കമ്പനി, ബന്ധമുള്ള കമ്പനി ടെൻഡർ പിടിച്ചത് ഉമ്മൻചാണ്ടി ടെൻഡർ ചെയ്തപ്പോഴല്ല, അത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ്. ആ ടെൻഡർ പിടിച്ച ഘട്ടത്തിൽ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? AK ആൻ്റണി കേന്ദ്രത്തിൽ. AK ആൻ്റണി അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ടെൻഡർ പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് AK ആൻ്റണിയുടെ അന്നത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാർ അനുവാദം നൽകാതിരുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അച്യുതാനന്ദനാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടം ടെൻഡർ കൊണ്ടുവന്നത്. ആ ടെൻഡർ കരാറുകാരുണ്ടായിട്ടും കേന്ദ്രം സമ്മതിച്ചില്ല, കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീണ്ടും ടെൻഡർ ഉണ്ടായത്. അത് 2ാമത്തെ ടെൻഡറാണ്. ആ ടെൻഡറിലാണ് 6000 കോടി രൂപയുടെ കടൽ കൊള്ള എന്ന് സഖാവ് പിണറായി ചൂണ്ടിക്കാണിച്ച ആ വിവാദ കരാറുണ്ടായത്. ഞങ്ങൾ ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്താ വാദം? കടൽ കൊള്ളയാണ്. അദാനിക്ക് അനുചിതമായ സൗകര്യങ്ങളും സേവനങ്ങളും പണസമ്പാദന മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ കരാറിനോടുള്ള ഞങ്ങളുടെ തർക്കം. എന്തായിരുന്നു ഇപ്പം തെളിഞ്ഞത്? 49% ഷെയറിൻ്റെ വില എത്രയാണ്? 12,300 കോടി. അപ്പം 100% ഷെയറിൻ്റെ വില എത്രയാണ്? ഒരു 26,000 കോടി രൂപ വരും, 25,000 കോടി രൂപ വരും.
മൂല്യം ഇതുവരെ കൂടുതലല്ലേ? അവിടെ മുടക്കിയത് എത്രയാണ്? കേരള ഷെയറിന്റെ സർക്കാർ മൂല്യം 4500. കൂടുന്നതല്ലേ സംസ്ഥാന സർക്കാരിനും നല്ലത്? ഞാനൊന്ന് പറഞ്ഞു വെച്ചോട്ടെ. 4500 കേരളം കൊടുത്തു, 4500 കേരളം കൊടുത്തു, 2500 അദാനി മുടക്കി. അപ്പോൾ ചിലവ് എത്രയാണ്? 7000 കോടി. 7000 കോടി മുടക്കിയെടുത്ത് ഇന്ന് മൂല്യം എത്ര? 25000 കോടി ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഷെയർ മൂല്യം കൂടുതലുണ്ടെങ്കിൽ കേരളത്തിന് എന്താ ഗുണം? കേരളം ഷെയർ വെക്കുന്നില്ല. 2060 വരെ കേരളത്തിന് പ്രത്യേക ഒരു അധികാരമില്ല. അവിടെ നടക്കുന്ന ഇടപാടുകളുടെ ലാഭത്തിൽ നിന്ന് 1% നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അവിടെ ഷെയർ മൂല്യം കൂടിയാൽ കേരളത്തിന് ഗുണം കിട്ടാൻ പോകുന്നുണ്ടോ? വികസനം വന്നാൽ കേരളത്തിന് വേറെ ഗുണം കിട്ടും. അപ്പോൾ കൃത്യമായ ധാരണ വേണം. ഉമ്മൻചാണ്ടിയുടെ കരാർ കടൽക്കൊള്ളയാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിവെച്ചു. ഇപ്പോഴത്തെ ഈ ഇടപാട് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നിയമപ്രകാരം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ ഉറച്ചു നിൽക്കാൻ വി ഡി സതീശൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിൽ 25% കൂടുതൽ ഷെയർ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടി അനുവാദമില്ലാതെ കൈമാറാൻ പാടില്ല എന്ന വ്യവസ്ഥ വെച്ചു? ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകൃതി ഡൈല്യൂട്ട് ചെയ്തു ആ കരാർ. നിങ്ങൾ കരാറിൻ്റെ 5(3) എടുത്ത് വായിക്കൂ. എന്താ ഇതിൽ പറയുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി എവിടെ വരെ വേണം? 25% താഴെയുള്ള ഓഹരി MSC കമ്പനിക്കോ ഏത് കമ്പനിക്കോ അദാനി കൈമാറിയാലും നമുക്ക് ചോദിക്കാൻ കാര്യമില്ല. 25% താഴെയുള്ള ഷെയർ കൈമാറിയിട്ട് ഇപ്പം ചെയ്ത പോലെ സെബിക്ക് കൊടുത്ത് അത് ലിസ്റ്റ് ചെയ്ത് പോകുന്നതിനോട് തർക്കമില്ല. പ്രശ്നം എന്താണ്? അത് 25% മേലെയാണെങ്കിൽ കേരള സർക്കാർ അറിയണം. എന്തുകൊണ്ട്? അത് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ആവും. നമ്മൾ കരാറുണ്ടാക്കിയ കമ്പനി അദാനിയാണെങ്കിൽ MSC ആയിട്ട് കരാറുണ്ടാക്കുന്നതിന് തുല്യമായി വരും. അങ്ങനെ MSCക്ക് കരാർ കൊടുക്കാൻ കേരള സർക്കാരിന് ഇപ്പോൾ അധികാരമില്ല. ഇതാണ് ആ വ്യവസ്ഥ. കേരള സർക്കാർ അല്ലല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അദാനിയല്ലേ കൊടുക്കുന്നത്. 49% ഷെയർ അതാ വിഴിഞ്ഞത്ത്, അത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിലാണ് ഒരു ക്ലാരിറ്റി വരുന്നത്. വിഴിഞ്ഞത്തിന്റെ 49% ഓഹരി അല്ലല്ലോ കൊടുക്കുന്നത്. ഇല്ല, വിഴിഞ്ഞത്തിന്റെ 49% കൊടുക്കുന്നില്ല, അദാനിയുടെ 49% അല്ലേ കൊടുക്കുന്നത്. 5(3) വ്യവസ്ഥ എന്താ പറയുന്നത്? 5(3) വ്യവസ്ഥ 25% മുകളിൽ പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. അത് നേരത്തെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, അത് ലംഘിച്ചു എന്ന് സംസ്ഥാന സർക്കാർ തന്നെ നിയമസഭയിൽ സമ്മതിച്ചു. അതിൽ അതൃപ്തി അറിയിച്ചു അദാനിയെ. ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം, താങ്കളോടുള്ള ആദ്യത്തെ ചോദ്യം, ഇടതുപക്ഷത്തിന്റെ ആശങ്ക ഇതിൽ എന്താണ് എന്നുള്ളതാണ്. അതെ, ആദ്യം ഒന്ന് കേൾക്കൂ. ഇടതുപക്ഷം ഉണ്ടാക്കിയതാണല്ലോ വിഴിഞ്ഞം. ഈ സതീശൻ വന്ന് കടൽ ശോഷണം ഉണ്ടാകും. ഈ വിഴിഞ്ഞം ഉണ്ടാക്കാൻ പാടില്ല. അവിടെ ഒരു ക്രൈം വന്നു, അതിൻ്റെ മേലെ വെള്ളം അടിച്ചു പിണറായി വിജയൻ. വിമോചന സമരം പ്രഖ്യാപിച്ചു KPCC പ്രസിഡന്റ്. പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 1 വെള്ളി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് മുടക്കിയിട്ടില്ല. മുഴുവൻ പൈസയും കൊടുത്ത പിണറായി സർക്കാരാണ്. LDF അധികാരത്തിൽ വരും മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കുമെന്നാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞത്. നിയമപ്രകാരം നടപ്പാക്കിയാൽ മതിയാവും. വിയോജിപ്പുണ്ടെങ്കിലും നടപ്പാക്കി. അതുകൊണ്ട് മൊത്തം ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാന്ന് പറഞ്ഞാൽ ആരും നടക്കണ്ട. ഈ ചരിത്രമൊന്നും മറന്നു പോകരുത്. അനിൽകുമാർ, അതെല്ലാം കഴിഞ്ഞു. അതൊക്കെ ഇന്നലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ വന്നതിന് മറുപടിയാണ്. അല്ല, ഇടതുപക്ഷത്തിന്റെ നിലവിലെ ഈ വന്നതിന് മറുപടിയല്ലേ പറയണത്. MSC 49% ഓഹരികൾ, അദാനിയുടെ 49% ഓഹരികൾ ഏറ്റെടുത്താൽ ഇടതുപക്ഷത്തിന്റെ നിലവിലെ കൺസേൺ എന്താണ്? നമ്പർ 1, ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി വ്യക്തമാക്കി എന്താണ് ഇടതുപക്ഷത്തിൻ്റെ കൺസേൺ. ഒന്നാമത്തെ കാര്യം, ഇത് നേരെ പോവാണെങ്കിൽ ഇതിനെ ഒളിച്ചു ചെയ്ത് VD സതീശനെതിരെ വിമാനത്തെ കയറ്റി മംഗലാപുരം വരെ കൊണ്ടുപോയത് KPCC ആഫീസ് വെച്ച് തീർത്താ പോരെ? അത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപ്. ഇപ്പൊ താങ്കൾ പറയുന്ന ഈ മംഗലാപുരം യാത്ര കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപാണ്. ആ മുൻപ് അവർ നേരത്തെ അറിഞ്ഞോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും? കോൺഗ്രസ്സുകാർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് ഉറപ്പില്ലെങ്കിലും മുസ്ലിം ലീഗിന് ഉറപ്പുണ്ടായിരുന്നു, അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇടതുപക്ഷം അധികാരത്തിൽ വരില്ലെന്ന് അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിന്റെ തെളിവ് ഞാൻ പറയാം. അതിന്റെ തെളിവ് അങ്ങോട്ട് പറയാം.
അതിന്റെ തെളിവ് ഞാൻ പറയാം. പറയൂ. ഞങ്ങളുടെ തെളിവിരിക്കല്ലേ? എന്താ തെളിവ്? ഒന്നാമത്തെ പോയിന്റ്, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നാണ് MLA-മാരിൽ ഭൂരിപക്ഷം തീരുമാനിച്ചത്. ഓക്കെ. കേന്ദ്ര നിരീക്ഷകരെ തിരുവനന്തപുരത്ത് KPCC ഓഫീസ് വന്നപ്പോൾ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ച് ലീഗിന്റെ നേതാക്കന്മാരെ നേരെ ഇടിച്ചു കയറി KPCC ഓഫീസിലേക്ക്. എന്നിട്ട് അവരെ ചെന്ന് കണ്ടു. ഇറങ്ങി വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്താ, നിങ്ങൾ കേട്ടോ? ആ ബൈറ്റ് ഒന്നും ഇട്ടു നോക്ക്. എന്താ പറഞ്ഞതെന്നറിയാമോ? കോൺഗ്രസ് അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്ത തീരുമാനം അറിയിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയും. കോൺഗ്രസ് തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയാം. അങ്ങനെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ലീഗ് പറയുന്നത്? കോൺഗ്രസ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്താൽ സ്വാഭാവികമായി UDF നേതാവാകും എന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങളെ അറിയിക്കുക, അപ്പം ഞങ്ങൾ കൂടെ ഉണ്ടോ എന്ന് പറയാം. ഇത് കുഞ്ഞാലിക്കുട്ടി പരസ്യപ്പെടുത്തുകയാണ്, ഇപ്പോഴല്ല. നിരീക്ഷകരെ കണ്ട ശേഷമുള്ള ആദ്യ ബൈറ്റ് നിങ്ങൾ ഒന്നുകൂടെ പ്ലേ ചെയ്യുക. അതിനുശേഷം എന്തുണ്ടായി? മുസ്ലിം ലീഗ് കൃത്യമായിട്ടും BD സജീവന്റെ ബില്ല് ഉറച്ചു നിന്നു. എന്തുകൊണ്ട്? താങ്കൾ പറയുന്നത് കേരളത്തിൽ പിണറായി 3.0 വരില്ല എന്ന് അദാനിക്ക് അറിയാമായിരുന്നു, മുസ്ലിം ലീഗിന് അറിയാമായിരുന്നു, പക്ഷെ ഇടതുപക്ഷത്തിന് അറിയില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ അറിയുന്നതിൽ പരാജയപ്പെട്ടല്ലോ. ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പാലം ഉണ്ടാക്കി നടന്നു, റോഡ് ഉണ്ടാക്കി നടന്നു, ദേശീയപാത ഉണ്ടാക്കി നടന്നു, വിഴിഞ്ഞം ഉണ്ടാക്കി നടന്നു, മറ്റൊരു വർഗീയതയും പറഞ്ഞു നടന്നു. ശരി, ഞങ്ങൾക്കെതിരെ നുണകൾ ഉണ്ടാക്കി നടന്നു. ആശങ്ക എന്താണെന്ന് ചോദിച്ചത്, ഇപ്പം ഫെയർ കോമ്പറ്റീഷൻ എന്നൊരു പ്രശ്നം ഇടതുപക്ഷത്തിന് അങ്ങനെ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TP ജയചന്ദ്രൻ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ കുറെ അധികം നേരമായി മറ്റതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മറ്റതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലോ. ശ്രീ TP ജയചന്ദ്രൻ, ഇതിന് മറുപടി ഉണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ TP ജയചന്ദ്രൻ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വിഴിഞ്ഞം അതീവ സുരക്ഷാ മേഖലയിൽ വരുന്ന സ്ഥലമാണ്, അവിടെ ജാഗ്രത വേണം, കരുതൽ വേണം എന്നൊക്കെ പറഞ്ഞത്. ഇന്നിപ്പോൾ നിങ്ങളുടെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ഇരുകൈയും നീട്ടി ഈ ഡീലിൽ ഒരു കുഴപ്പവുമില്ല, സ്വാഗതം ചെയ്യുകയാണ് എന്ന് BJP എന്ന് പറയുന്നു. അപ്പം എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടോ BJPക്ക് ഈ വിഷയത്തിൽ? നോക്കൂ ആര്യ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ജനങ്ങൾക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം അദാനി, മോദി, ബായി എന്നൊക്കെ പറയുമ്പോഴും അദാനിയുടെ വളർച്ചയുടെ പടവുകൾ പരിശോധിച്ചാൽ കയ്യയച്ച ആരൊക്കെയാണ് അദാനിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. 2015 കേരളത്തിലേക്ക് അദാനിയെ വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റുമായിട്ട് ആരൊക്കെയാണ് കെട്ടി എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോഴുണ്ടായത് ചില സാങ്കേതികവും രാഷ്ട്രീയവുമായ ചില വിഷയങ്ങളാണ്. കേരളത്തിൽ താങ്കൾ രാജു P. നായരോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് അങ്ങനെ മറുപടി പറയാൻ പറ്റുകയുള്ളൂ. വരുന്ന 5 കൊല്ലം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഭീഷണി കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ BJPയോ ആയിരിക്കും എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മോഹിച്ച് നടന്നിരുന്ന കോൺഗ്രസിലെ കിട്ടാതായ ചില ആളുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില തലവേദനകളാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതും നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ അദാനിയെ 2024 നമുക്കറിയാം, 2015 ഒപ്പിട്ടതൊരു കരാറ് PPP ആണ്. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അത് ഡിസൈൻ ചെയ്യേണ്ടത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലാണ്, അതിന് ഫിനാൻസ് ചെയ്യേണ്ടത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലാണ്, അതിന് ബിൽഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ്, അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ 40 കൊല്ലം കഴിഞ്ഞ് 2055 കേരളത്തിൻ്റെ പൊതുസ്വത്തായി മാറേണ്ട മുതലാണ് യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതി. ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അനുബന്ധമായിട്ടും തൊഴിൽ ലഭിക്കേണ്ടതും. ഒരുപക്ഷെ ഈ വേദിയിൽ പലർക്കും തുറന്നു പറയാൻ മടിയുണ്ടാവാം. കേരളത്തിൽ മുൻകൂട്ടി പ്രവചിക്കാനോ നമുക്ക് കാണാനോ കഴിയാത്ത അത്രയും
വളരെ വാസ്റ്റായ സാമ്പത്തികമായിട്ടുള്ള കേരളത്തിലെ ഖജനാവിലേക്ക് വരാനുള്ള ഇടയുള്ള വലിയ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് പറയുന്നത്. ഇതിനെ വിമർശിക്കുന്നവർ 2024 നമുക്കറിയാം കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് വേണമെങ്കിൽ 15-ൽ ഒപ്പിട്ട കരാർ 2016 തള്ളിക്കളയാം. ഇത് കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. കുത്തകകൾക്കെതിരാണ് ഞങ്ങൾ. അവരുടെ പണം കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതല്ല. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കുന്നത് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ചർച്ച നടത്തിയത് അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. 2024 അദ്ദേഹത്തിന് അഡീഷണലായിട്ട് ഒരു അഡീഷണൽ കരാറ് കൂടി ഒപ്പിടാൻ വേണ്ടി തയ്യാറായി. അതിൽ 40 കൊല്ലം കഴിഞ്ഞ് കേരളത്തിന് കൈമാറേണ്ടത് വേണ്ട, നിങ്ങൾ 65 കൊല്ലം കഴിഞ്ഞ് കൈമാറിയാൽ മതി എന്ന് അദ്ദേഹത്തിന് വ്യവസ്ഥയെ അഴിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഇവർ രണ്ടു കൂട്ടരും ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആശയക്കുഴപ്പമാണോ അതല്ല ബോധപൂർവമാണോ മറ്റെന്തെങ്കിലും ഇച്ഛാഭംഗമാണോ എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ആര്യ നോക്കൂ, ഏതാണ്ട് ഇത്തരം പ്രവർത്തനം നടക്കുന്നതായിട്ട് ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ മാസം 1-ാം തീയതി തന്നെ ഇന്ത്യയിലെ എക്കണോമിക് ടൈംസിൽ ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും ഇന്ത്യയിലെ ഒരുപക്ഷെ കേരളത്തിൽ ഭരിക്കുന്നവർക്കറിയാം. പ്രതിപക്ഷ നേതാവിനും അത് അറിവില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഇത്തരം വാർത്തകളൊന്നും ഇവരാരും അറിയാഞ്ഞിട്ടല്ല. പക്ഷെ സാങ്കേതികമായിട്ട് വിഷയങ്ങളുണ്ട്. അപ്പം BJP വ്യക്തമാക്കുന്ന ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ ഈ അദാനിയുമായിട്ട് വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിൽ കരാർ ഉണ്ടാക്കിയത് ഏതായാലും മോദിയല്ല, അത് കേരളത്തിലെ ഭരണകക്ഷിയായ ഇപ്പോഴത്തെ ഭരണകക്ഷിയും ഇപ്പോഴത്തെ പ്രതിപക്ഷവുമാണ്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ കുരങ്ങ് കളിപ്പിക്കരുത്. നിങ്ങൾ ഉണ്ടാക്കിയ കരാറിലെ വിശദാംശങ്ങൾ പ്രകാരമാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. അത് കേരളത്തിന് ഹാനികരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനങ്ങളെ ഇരുളിന്റെ മറവിൽ നിർത്തരുത്, വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്ക്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നതാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നേരം നമ്മൾ അല്പം രാഷ്ട്രീയത്തിലേക്ക് കടന്നു. കുറെ സാങ്കേതികമായ വിഷയങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ MSC ആഗോള ഭീമനാണ്. അവർ കേരളത്തിലേക്ക് വരുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണുക? കേരളത്തിന് നേട്ടമാണോ അതോ കോട്ടമാണോ എന്നൊരു കാര്യമുണ്ട്. ഈ ഫെയർ കോമ്പറ്റീഷൻ, ഇപ്പം മേഴ്സ് അടക്കമുള്ള മറ്റ് കപ്പലുകൾ, മറ്റ് കമ്പനികളുടെ കപ്പലുകൾ കേരളത്തിലേക്ക് വരുമോ എന്നുള്ളത് ഒരു ചോദ്യം. അത് കഴിഞ്ഞ് മൾട്ടി കാർഗോ ബങ്കറിംഗ്, ലിക്വിഡ് കാർഗോ, ക്രൂയിസ് ടെർമിനൽ, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൻ്റെയൊക്കെ ഭാവി എന്താകും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യമേ ഇപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ ഞാനൊന്ന് മാറ്റട്ടെ. പലരും പലതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ തുറമുഖ പദ്ധതി 2015 രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ UDFൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓഗസ്റ്റ് 17-ാം തീയതി ഒപ്പിട്ട കരാറാണ്. അതിൻ്റെ ആമുഖം ഇങ്ങനെയാണ്: കൺസഷൻ എഗ്രിമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടി പർപ്പസ് സീപോർട്ട് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് അഡാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇറ്റ്സ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിസ്റ്റഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റോള്, ഗവൺമെൻറ്റിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു പോർട്ട്, മേജർ പോർട്ട് വരണമെന്നുള്ളത്, ഇൻഫ്രാസ്ട്രക്ചർ വരണമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ LDF ഗവൺമെൻറ് വന്നു. ആദ്യത്തെ കരാറിനെക്കുറിച്ച് പല ആക്ഷേപങ്ങളുണ്ടായിരുന്നെങ്കിലും LDF സർക്കാരിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് മുന്നോട്ട് പോയി. ഈ കരാർ പ്രകാരം, കരാറിൽ LDF ഗവൺമെൻറ്റിന് മുന്നോട്ട് മാറാൻ കഴിയില്ല. അപ്പോൾ എല്ലാം പിന്നെ അമെൻഡ് ചെയ്യണം. അപ്പം അഡാനി സമ്മതിക്കണം, ഗവൺമെൻറ് ലാൻഡ് കൊടുക്കണം. ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത്, കൺസെഷൻ എഗ്രിമെൻറ്റാണ് ഞാൻ വായിക്കുന്നത്, ലാൻഡ് അക്വയർ ചെയ്യണം, മറ്റ് അസിസ്റ്റൻസ് കൊടുക്കണം, അപ്രൂവൽ സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് കൊടുക്കണം, ഫെസിലിറ്റി റോഡ് റെയിൽ കണക്ടിവിറ്റി കൊടുക്കണം, വെദർ കൺസെഷണർ ഇത് എഗ്രിമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഓൾ അസറ്റ്സ് ബാക്ക് ഫ്രം ദ കൺസെഷൻ. അവസാനം ഇത് തിരിച്ച് കൺസെഷണർ 40 വർഷവും പിന്നെ 80 വർഷം കഴിയുമ്പോൾ ഒരു 15 വർഷം ആദ്യമുണ്ട്. അപ്പോൾ അത്ര 15 വർഷം ഫ്രീ പീരീഡാണ്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. പ്രത്യേകം പറയുന്നുണ്ട്, ഇത് ഈ പോർട്ട് ഗവൺമെൻറ് ഓൺഡ് പോർട്ടാണ്,
പക്ഷേ അഡാനി പ്രൈവറ്റ് ലിമിറ്റഡ് കൺസ്ട്രക്ഷൻ്റെ ജോലി പോർട്ട് ഡിസൈൻ ചെയ്യണം, ഫിനാൻസ് എ മേജർ പാർട്ട് ഓഫ് ദ പ്രൊജക്റ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മേജർ പാർട്ട് സംസ്ഥാന സർക്കാരാണ് മുടക്കിയിരിക്കുന്നത്. ഇപ്പോൾ 60-70% സംസ്ഥാന സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കൺസ്ട്രക്ട് എ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്പറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ പോർട്ട്, collect the revenue from the port users during the concession period, maintain assets in the required condition, transfer entire project back to the government when the concession ends. ഇതാണ് ആ തർക്കം. ഇത് റിട്ടേൺ ആണ്. ഞാൻ ബാക്കി രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ആവശ്യം സ്റ്റേജ് ബൈ സ്റ്റേജ് ഗവൺമെൻറ് 1635 കോടി വീതം കൊടുക്കുന്നുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആയാലും, ഇപ്പം LDF ആയാലും ഇപ്പോൾ UDF ഗവൺമെൻറ് ആയാലും അത് കൊടുക്കണം. പിന്നീട് വരുന്നത് ഈ ആദ്യത്തെ 15 വർഷം നമുക്ക് കിട്ടുന്നത് 1 രൂപയാണ്. ഒരു വർഷം 1 രൂപ. പിന്നത്തെ വർഷം ഓരോ വർഷം 1% അവിടുന്ന് ഉണ്ടാകുന്ന ടെർമിനലിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ, ടോട്ടൽ റവന്യൂ അല്ല, ലാഭത്തിൻ്റെ 1%. അത് 40 വർഷത്തേക്ക് 1%. അത് കഴിയുമ്പോഴാണ് ഈ 1% കഴിഞ്ഞിട്ട് ഓരോ % വരുമ്പോൾ 40% വരെ അതിൻ്റെ ക്യാപ്പ് തീരും. അത് കഴിഞ്ഞാൽ 20 വർഷം, പിന്നീട് 20 വർഷവും കൂടി ഗവൺമെൻറ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഗ്രിമെൻറ്റിൽ നേരത്തെ ആദ്യം സംസാരിച്ച എനിക്ക് മിസ്റ്റർ അനിൽ പറഞ്ഞ പോലെ കൺസെഷൻ എഗ്രിമെൻറ്റ് പ്രകാരം ഈ എഗ്രിമെൻറ്റിൻ്റെ ഒരു പാർട്ടി, അതായത് അഡാനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അവരുടെ ഷെയർ, അപ്പോൾ അവർ നേരത്തെ ചോദിക്കുന്നത് കേട്ടു, അവരുടെ ഷെയർ വിൽക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന്. അവരാണിത് ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ട്. അപ്പോൾ അവരുടെ ഷെയർ വിറ്റാൽ നമുക്കെന്താ കുഴപ്പം? ഇപ്പോൾ അവരുടെ ഷെയർ അഡാനി പോർട്ടിന് തന്നെയാണ്. അഡാനി പോർട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ 2 വർഷം നടത്തിയിട്ടും ആ തുറമുഖത്ത് വന്നിട്ടുള്ള കപ്പലുകളെല്ലാം MSC കമ്പനിയുടെ കപ്പലുകളും അവരുടെ കണ്ടെയ്നറുമാണ്. വളരെ കുറച്ച് മേസ്കിൻ്റെ കപ്പൽ വന്നിട്ടുണ്ട്, കപ്പൽ 1-2 വന്നിട്ടുണ്ട്, അവരുടെ കുറച്ച് കണ്ടെയ്നറും വന്നിട്ടുണ്ട്. കാരണം അവരന്ന് ഈ MSCയുമായിട്ടുള്ള പ്രൊജക്ട് പാർട്ട്നേഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ വന്നിട്ടുള്ള കപ്പലുകളെല്ലാം MSCയുടെയാണ്. ഇപ്പോഴത്തെ ബർത്തിൻ്റെ നീളം അനുസരിച്ച് 850 മീറ്ററിൽ 2 മദർ വെസലിന് അറ്റ് എ ടൈം കിടക്കാം. സാധാരണ നോർമൽ വെസലാണെങ്കിൽ 3 വെസലിന് കിടക്കാം. അത് എല്ലാ ദിവസവും അത്രയും വേണമെന്നുണ്ടാവില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് മറ്റ് ഒരു ഷിപ്പിംഗ് കമ്പനിയുടെയും ഒരു കപ്പൽ അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അതിന് 2 കാരണമുണ്ട്. ഈ പറഞ്ഞ 800 മീറ്റർ എന്നുള്ള ബർത്തിന്റെ ഒരു പരിമിതി കാരണമില്ല. ഇപ്പം 2000 മീറ്ററിലേക്ക് ബർത്ത് മാറിയാൽ അല്ല, പരിമിതി അല്ല. ഇപ്പോൾ കൊച്ചിൻ പഴയ കൊച്ചിൻ പോർട്ടിൽ എത്രയോ കപ്പലുകൾ വന്നു പോകുന്നു. ഇപ്പോൾ നമ്മുടെ ദുബായ് വല്ലാർപാടൻ ടെർമിനൽ കൊച്ചിൻ പോർട്ടിൽ ഇത്രയും നിലയിലേ ഉള്ളൂ. എത്ര കപ്പലുകൾ വന്നു പോകുന്നു? മദർ വെസൽ എന്നുള്ള, ഇപ്പോൾ ഈ മദർ വെസൽ 1000 വന്നു. മദർ വെസലിൽ നിന്ന് എത്ര കണ്ടെയ്നറാണ് ഇറക്കുന്നത്, എത്ര കണ്ടെയ്നറാണ് കയറ്റുന്നത്? അതൊന്ന് പറ. ഇവിടെ എത്ര കണ്ടെയ്നർ അവിടെ അടുക്കി വെച്ചുകൊണ്ട് 35,000 കണ്ടെയ്നർ വെക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഇനി 1200 ആയാൽ ഒരു 1.5 ഇരട്ടിയും കൂടെ വെക്കാൻ പറ്റും. ഇത് MSCയുടെ കമ്പനി വന്നുകൊണ്ടിരുന്നാൽ അവർക്ക് ധാരാളം കപ്പലുകളുണ്ട്, കണ്ടെയ്നറുകളുണ്ട്. അപ്പം മറ്റ് കമ്പനികൾ വരണ്ടേ? അപ്പം ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ മൊണോപ്പൊളി ആയില്ലേ? ഇപ്പം ദുബായ് പോർട്ട്സ്, കേന്ദ്ര സർക്കാരിൻ്റെ കൊച്ചിൻ പോർട്ടിൽ ദുബായ് പോർട്ട് DP വേൾഡ് നടത്തുമ്പോൾ എല്ലാ ലോകത്ത് ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഏരിയയിൽ വരുന്ന എല്ലാ കപ്പലുകളും അവിടെ വരുന്നുണ്ട്, അവരുടെ കണ്ടെയ്നറുകൾ വരുന്നുണ്ട്. അതല്ലാതെ ഒരു പർട്ടിക്കുലർ കമ്പനിയെ മാത്രം പ്രൊമോട്ട് ചെയ്യുമ്പോൾ മൊണോപ്പൊളി വരും. അതല്ലേ എങ്ങനെ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കും എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നത്. ഞാൻ ഇടവേളയുടെ സമയമായി വളരെ പെട്ടെന്ന് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ രാജു പി നായർ, നേരത്തെ CPM പ്രതിനിധി ശ്രീ അനിൽകുമാർ ഉന്നയിച്ചത് മംഗളൂരുവിലേക്ക് VD സതീശൻ പോയതും അദാനി പ്രതിനിധികളെയൊക്കെ കണ്ടു. അതുമാത്രമല്ല, കേരളത്തിൽ വോട്ട് എണ്ണുന്നതിന് മുൻപ് UDF അധികാരത്തിൽ വരുമെന്നും VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നും അദ്ദേഹം തന്നെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നും അദാനിക്കറിയാം, മുസ്ലിം ലീഗിന് അറിയാമെന്നൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അല്ല, കോൺഗ്രസ് ഞാൻ ഇതെന്തും മറുപടി പറയാനെന്ന് എനിക്കറിയില്ല. ശ്രീ അനിൽകുമാർ ഇതിനെ സംബന്ധിച്ച് എവിടേക്കൊക്കെയാണ് പോയത്? മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിൻ്റെ മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. എന്തായാലും ഇദ്ദേഹം പറയുന്നതനുസരിച്ച് അവർക്കൊക്കെ അറിയാമായിരുന്നു. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാമായിരുന്നു. അറിയാതിരുന്നു പോയത് അനിൽകുമാറിനെ പോലെ ചില ആൾക്കാർക്കാണ്. ഇപ്പം അനിൽകുമാറിൻ്റെ ജില്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു നമ്മുടെ ഒരു യുവ നേതാവുണ്ട്, പുതുപ്പള്ളിയിലൊക്കെ മത്സരിച്ച യുവ നേതാവ്.
അദ്ദേഹത്തിന് പോലും 100 സീറ്റ് ജയിക്കുമെന്ന് അറിയാമായിരുന്നു എന്നാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഈ അടുത്ത് വെളിപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ പോയത് ഇവർ മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവിന് ഈ വിഷയം അസംബ്ലിയിൽ വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി അവർ സർക്കാരിൻ്റെ മറുപടി അംഗീകരിക്കുകയല്ലേ ചെയ്തത്. സർക്കാരിൻ്റെ മറുപടി അംഗീകരിക്കരുത്. വേറൊരു വിഷയത്തിൽ എഴുതാൻ ഒന്ന് എഴുന്നിട്ട് സംസാരിക്കല്ലോ പി, എന്തെങ്കിലും ഒന്ന് പറയല്ലോ പി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തി. പരിതാപകരമായ ഒരു പ്രതിപക്ഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷെ പരിതാപകരമായ പ്രതിപക്ഷം. അത് മാത്രമല്ല, ദേശാഭിമാനി ആഘോഷിക്കുകയായിരുന്നില്ലേ ഈ വാർത്ത പുറത്തു വന്നപ്പോഴത്തേക്ക് സർക്കാരിൻ്റെ ദീർഘവീക്ഷണം ദേശാഭിമാനി ആഘോഷിച്ചതല്ലേ. ഈ അനിൽകുമാറിനോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? ഞാൻ അശക്തനാണ് എന്ന് മാത്രമേ പറയുന്നു. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം പറയാണ് ഇവരപ്പോൾ സ്ഥിരമായിട്ട് പറയുന്നത് ഉമ്മൻചാണ്ടി കല്ലിട്ടത് മാത്രമേ ഉള്ളൂ. 2015 നമുക്ക് പ്രസന്റ് ടെൻസിലേക്ക് വരാൻ തോന്നുന്നു. ആളുകളും അതായിരിക്കുമല്ലോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചരിത്രത്തിലേക്ക് അധികം പോകാൻ ഞാൻ അതിലേക്ക് തന്നെ വരുന്നുള്ളൂ. ഞാൻ അതിലേക്ക്, പക്ഷേ ഇതിനോട് കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം പറയാം. 2015 ഇത് ഒപ്പിട്ടത്. അതിനുശേഷം ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റായിരുന്നില്ലേ? നിങ്ങളങ്ങോട്ട് 2016 ഏപ്രിൽ ആയപ്പോഴത്തേക്ക് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അധികാരത്തിലേക്ക് വന്നല്ലോ. അന്നങ്ങ് മാറ്റായിരുന്നില്ലേ? അതങ്ങ് മാറ്റിയിട്ട് വേറൊരു എഗ്രിമെൻ്റ് അങ്ങ് ഉണ്ടാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പറ്റിയില്ല? ആ എഗ്രിമെൻ്റ് ഉടച്ചു വാർക്കും എന്ന് പറഞ്ഞവരല്ലേ. 10 വർഷം കടൽ കൊള്ള എന്ന് പറഞ്ഞ വാക്കും ദേശാഭിമാനിയുടെ പത്രവും ഫ്രീസറിനകത്ത് വെച്ചവർ ഇപ്പോൾ 11ാമത്തെ വർഷമോ കടൽ കൊള്ളയായിട്ട് ഇറങ്ങിയിരിക്കുക. നാണോ ഉളുപ്പുണ്ടോ? നിങ്ങളെ ഈ കേരളം വിശ്വസിക്കാത്തതിൻ്റെ കാര്യം ഇതല്ലേ? എന്തെങ്കിലും നിലപാട്, ഒരു നിലപാടുണ്ടോ? ഒരു നിലപാടുമില്ലാത്ത വെറും ഒരു അധപ്പതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് CPM മാറി. ഇതിനപ്പുറം ഇതെന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നം ഈ സർക്കാരിനെ പ്രയറായിട്ട് അറിയിച്ചില്ല. അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഒന്നും കടന്നിട്ടില്ല. ആര്യ സാമാന്യ ബുദ്ധി വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 13,000 ചില്ലാനം കോടി രൂപയുടെ ഈ രാജ്യത്ത് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ജയന്റ് ആയിട്ടുള്ള ഇവരായിട്ടുള്ള ഒരു എഗ്രിമെന്റ്, അദാനിയായിട്ട് എഗ്രിമെന്റ് 40 ദിവസം കൊണ്ടുണ്ടാവുന്ന എഗ്രിമെന്റാ ആണോ? 40 ദിവസം കൊണ്ടാണോ അങ്ങനത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുക? ഒരു ഡീല് നടക്കുക, സെബി അറിയിക്കുന്ന ഒരു ഡീല് നടക്കുക. എത്ര നാൾ എടുത്തിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്ക്. വിഴിഞ്ഞം പോർട്ടിലുള്ള ട്രാഫിക്കിന്റെ ഡാറ്റ മുതൽ അതിൻ്റെ ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ MSCയുടെ കയ്യിലെത്തിയതിനു ശേഷം അവരുടെ പഠനവും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ഡീൽ നടന്നിരിക്കുന്നത്? 40 ദിവസം കൊണ്ടാണോ? അനിൽകുമാർ പറയണം പിണറായി വിജയനകത്തുള്ള പങ്കെന്താന്ന് പറയണം. ഈ 6 മാസത്തിന് മേലെ എങ്കിലും ഒരു ചുരുങ്ങിയ പക്ഷം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നടക്കുന്ന ചർച്ചയിൽ ആ സർക്കാരിനെ, കേരള സർക്കാരിനെ പ്രയറായിട്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് അദാനിയും ഈ MSCയുമായിട്ടുള്ള ഡീലിൻ്റെ എല്ലാം പ്രയറായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. 40 ദിവസം കൊണ്ട് നടക്കുന്ന ഡീലല്ല. പിണറായി വിജയന്റെ അധികാരത്തിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ MSCക്ക് കൊടുത്തപ്പോൾ എവിടെയായിരുന്നു? നിങ്ങൾ അറിയുകയാണോ കൊടുത്തത്? മാരിടൈം ബോർഡുണ്ട്, കേരള മാരിടൈം ബോർഡുണ്ട്. മാരിടൈം ബോർഡിന് ഉൾപ്പെടെ അവിടെ വന്ന കണക്ക് പോലും ഇല്ല. അറിയോ? അവർക്ക് 50 കോടി രൂപ കേരള മാരിടൈം ബോർഡിന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണമുണ്ട്. ആ പണം കിട്ടിയിട്ടില്ല. മാരിടൈം ബോർഡ് ഒരു കുന്തു അറിഞ്ഞിട്ടില്ല. അവിടെ എത്ര ഷിപ്പ് വന്നു എന്ന് അദാനി പറയുമ്പോഴാണ് നമ്മൾ അറിയണത്. എന്തെങ്കിലും സർവേലൻസ് അവിടെ ഉണ്ടോ? എന്നിട്ട് വെറുതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അനിൽകുമാറെ, ആ കണ്ടെയ്നർ ടെർമിനലിന്റെ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അതിന്റെ ഗേറ്റ് തുറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എവിടെയാ അതിന്റെ നമ്മുടെ റെയിൽ കണക്ടിവിറ്റി? എവിടെയാ റോഡ് കണക്ടിവിറ്റി? സ്ഥലം പോലും 10 വർഷമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ സ്വന്തം വിഴിഞ്ഞമായിട്ട് കൊണ്ട് നടക്കാൻ പോവാ ഉളുപ്പൊന്നില്ലാത്ത വർഗം ഇല്ലേ? അവിടെ നിന്ന് ഒരു റെയിൽ കണക്ടിവിറ്റിക്ക് 10 വർഷമായിട്ട് സ്ഥലം എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തുടങ്ങാൻ പോകുന്നത്. അതിന്റെ റോഡ് കണക്ടിവിറ്റി കൊടുത്തിട്ടില്ല. അവിടെ വെറുതെ ഇരിക്കപ്പെട്ടകളെ പോലെ അദാനിക്ക് വേണ്ടിയുള്ള 49 കോടിയും അത് ഒഴിവാക്കി അവർക്ക് വേണ്ടി വിടുപണി ചെയ്തു. എന്നിട്ട് ഇപ്പോ VD സതീശന്റെ മേത്തേക്ക് കയറാൻ നടക്കുക. ഒരു സാമാന്യ ബുദ്ധിയോടുകൂടിയുള്ള രാഷ്ട്രീയം പറയും അനിൽകുമാർ. ശ്രീ K. അനിൽകുമാർ, ഇപ്പൊ ഇവിടുത്തെ സ്വാഭാവികമായും താങ്കൾക്ക് ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടാകും, അതെനിക്കറിയാം. എന്നാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഈ വമ്പൻ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യത്തെ ദിവസം ദേശാഭിമാനി എഴുതിയ ലേഖനം, അതും സ്വന്തം ലേഖകനാണ് എഴുതിയത്, അത് നമ്മുടെ മുന്നിലുണ്ട്. അത് പാർട്ടി പത്രത്തിന് തെറ്റുപറ്റിപ്പോയതാണോ? ദീർഘവീക്ഷണം, ഇടതുപക്ഷത്തിന് ദീർഘവീക്ഷണം എന്നുള്ളതായിരുന്നു അതിന്റെ തലക്കെട്ട്. അതൊന്ന്. 2, കഴിഞ്ഞ ദിവസം VN വാസവൻ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലിട്ടതിൽ ഒരു കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. MSCയുമായും അദാനിയുടെ CEOയുമായും കോൺക്ലേവിൽ വെച്ച് സംസാരിച്ചിരുന്ന ഇടതുപക്ഷം എന്ന കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ രാജു പി നായർ ചോദിക്കുന്നത് പോലെ ഒരൊറ്റ ദിവസം കൊണ്ട്, അധികാരത്തിൽ വന്ന് 40 ദിവസം ആകുന്നുള്ളൂ UDF സർക്കാർ, ആ 40 ദിവസം കൊണ്ട് ഈ ഒരു കരാറിലേക്കൊക്കെ എത്താൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ? ആദ്യം ഈ ഉളുപ്പില്ലാത്ത വർഗം
എന്തെല്ലാം വൃത്തികേടാണ് കേരളത്തിൽ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ കയറിയ ഉടനെ ബെക്കാടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മൂന്തുക. എത്ര കോടിയാണ് മൂന്തിയത്? ഉളുപ്പില്ലാത്ത വർഗം. എന്നിട്ട് നിയമസഭ പാസ്സാക്കിക്കൊണ്ട് പോയല്ലോ ഉളുപ്പില്ലാത്തവന്മാർ. അല്ലല്ല, എന്ത് വാക്ക് ഉപയോഗിച്ചത്? ആര്യ അതെന്ത് വാക്ക് ഉപയോഗിച്ചത്? UDF ചർച്ച എത്ര കോടിയാ എന്ത് ചെയ്തെന്ന് ഞാൻ പറയട്ടെ, ആ ഉളുപ്പില്ലാത്തവർ ഉളുപ്പില്ലാത്ത വർഗം എത്ര കോടിയാ മൂന്തിയത്? 600 കോടി. അല്ലല്ല, ആര്യ എന്ത് പറയാനുള്ള കാര്യം ഉളുപ്പില്ലാത്തവർ രണ്ടുപേരോടും ശ്രീ രാജു പി നായരോടും ശ്രീ കെ അനിൽകുമാറിനോടും പറയാനുള്ളത്, ഇത് ആളുകൾ, ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നമ്മളെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അത് ആളുകൾ കേൾക്കുകയാണ്. നമുക്ക് സഭ്യമായ, മാന്യമായ ഭാഷയിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. ഉപയോഗിച്ചത് അല്ലല്ല, ആര്യ ഇതൊന്ന് വ്യക്തമാക്കും. ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗം ഇവിടെ നടത്തിയത് ഞാനല്ല. അല്ലല്ല, അല്ല, ആര്യയോട് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണ്? ആര്യക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയില്ല. അല്ലല്ല, ഒരു സെക്കൻഡ്, ആര്യക്ക് പറയാൻ ആര്യ അതിനകത്ത് പറയണം. അത് അത്ര ആര്യ ഈ ചർച്ചയിൽ ഞാൻ തുടരണോന്ന് തീരുമാനിക്കണമെങ്കിൽ ആര്യ അതിനകത്ത് ബാക്കി പറയാം. എന്റെ സമയത്ത് ഞാൻ പറയാം. ആര്യ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കരുത്. ആര്യ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കരുത്. എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? ഞങ്ങൾക്ക് വേറെ പണിയുള്ളവരാണ്. ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് വിളിക്കരുത്. എന്ത് വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്? ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗത്തിന്റെ മറുപടിയാണ്. അല്ല ആര്യ, അദ്ദേഹം എന്ത് ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗത്തിന്റെ മറുപടിയാണ്. ബെക്കാടിയിൽ നിന്ന് ഉളുപ്പില്ലാത്ത വർഗം വാങ്ങി മൂന്നിയത് വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്? അദ്ദേഹം പറഞ്ഞ വാക്ക് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടാ തെറി പറഞ്ഞ് ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആര്യ, തെറി പറഞ്ഞ് ചർച്ച നടത്താൻ ഞാനില്ല, എനിക്ക് പറ്റില്ല. മനസ്സിലായി? എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? ശ്രീ അനിൽകുമാർ, ഇപ്പൊ ഉളുപ്പ് എന്നുള്ള ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറാൻ അനിൽകുമാറിന്റെ ഒപ്പം ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറല്ല. ദയവായി സഹകരിക്കണം രണ്ടുപേരും. നമുക്ക് നല്ല രീതിയിൽ സഭ്യമായ ഭാഷയിൽ മുന്നോട്ട് പോകാം. മാത്രമേ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുകയുള്ളൂ. അല്ല, ആ രണ്ടുപേരുന്നുള്ള കൈവച്ചേരും. ഞാനിവിടെ വന്നിരിക്കുന്നത് ഉളുപ്പില്ലാത്ത വർഗം എന്ന പ്രയോഗം എന്റെ നേരെ പ്രയോഗിച്ചു. ആ ഉളുപ്പ് കെട്ട വർഗത്തോട് പറയാണ്. നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കായിരിക്കും, പക്ഷെ എന്നോട് ഉപയോഗിക്കരുത്. ശ്രീ രാജു പി നായർ, ദയവായി സഹകരിക്കണം. ഇത് ആളുകൾ കേൾക്കാണ്, ആളുകൾ കാണാണ്. രണ്ടുപേരോടും നമുക്ക് സഭ്യമായ ഭാഷയിൽ സംസാരിച്ച് മുന്നോട്ട് പോകാം. ആര്യ, ഞാൻ ക്ലിയർ ആട്ടെ. ആര്യ ഒരു ആങ്കറാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ കാണുന്ന ചർച്ചയിൽ അസഭ്യം പറഞ്ഞിട്ട് ആ അസഭ്യം തിരുത്താൻ ആര്യക്ക് തയ്യാറല്ലെങ്കിൽ അനിൽകുമാറിനോട് ചർച്ചയിൽ നിന്ന് പുറത്തു പോകാൻ പറയണം. അത് നിങ്ങൾ പറയാത്തത് കൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒരു സെക്കൻഡ്. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് നമുക്ക് ജനാധിപത്യ രീതിയിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല ആളുകൾ കേൾക്കുകയാണല്ലോ, എല്ലാവരെയും കേൾക്കുകയാണല്ലോ. നിങ്ങൾക്ക് എന്നെക്കാട്ടും എത്രയോ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാക്കളാണ് നിങ്ങൾ രണ്ടുപേരും. നല്ല ഭാഷയിൽ സംസാരിക്കാമല്ലോ ഈ വിഷയം. അല്ല, ആ രണ്ടുപേരും നമുക്ക് ആര്യ ഉളുപ്പില്ലാത്ത വർഗം എന്നൊരു പ്രയോഗം ഞങ്ങൾക്കെതിരെ നടത്തിയപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. നിങ്ങൾ എന്നെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചതാണ്. നിങ്ങൾ അത് വിട്ടുവീഴ്ചയില്ല. ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യപ്പെടുകയല്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. ഇത്തരക്കാരോടുള്ള ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണ്ട. ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയല്ല. ശരി, അദ്ദേഹം എന്തായാലും എണീറ്റ് പോയി. ശ്രീ രാജു പി നായർ എന്തായാലും ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇനി താങ്കൾക്ക് തുടരാം. അദാനിയുടെ വിമാനക്കൂലി, അതെ, അദാനിയുടെ വിമാനക്കൂലിയെ കുറിച്ച് ഞാൻ നേരത്തെ ചോദിച്ചു. എങ്ങനെയാണ് രാശിവെച്ച് അറിയാൻ പറ്റുമോ കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാകുമെന്ന്? നോക്കൂ, അദ്ദേഹം പോയി. പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. ശരി, താങ്കൾ ഈ മറുപടി ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ പറയേണ്ട ആൾ ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇനി ശ്രീ രാജു പി നായർ ഈ ചർച്ചയുടെ ഭാഗമല്ല. ഇനിയെങ്കിലും നമുക്ക് നല്ല ഭാഷ ഉപയോഗിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഒന്നാമതൊരു കാര്യം പറയാം. നല്ല ഭാഷയിലാണ് ഞങ്ങൾ വർത്തമാനം പറയാറുള്ളത്. അതെ, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ 10 കൊല്ലം അന്തസ്സായി ഭരിച്ച ഞങ്ങളുടെ മേലെ വൃത്തികെട്ട വർത്തമാനമായിട്ട് കോൺഗ്രസ്സുകാർ വന്നാൽ അത് കേട്ടോണ്ടിരിക്കാൻ സൗകര്യപ്പെടുകയല്ല. ശരി,
നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് വർത്തമാനം പറയാൻ അവരോട് പറയണം. ഉളുപ്പില്ലാത്തൊരു വർഗമെന്ന് ഞങ്ങളെ വിളിച്ചാൽ ഞാൻ കേട്ടോണ്ട് വീട്ടിൽ പോകണോ? എന്നിട്ട് എന്ത് ചെയ്യണം? വിമാനക്കൂലി അദാനിയെ കൊണ്ട് കൊടുപ്പിച്ചൊരു മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നു. ആ വിമാനക്കൂലി ആരാ കൊടുത്തതെന്ന് ആരെക്കറിയാവോ? കോൺഗ്രസ്സുകാർ മറുപടി പറഞ്ഞോ? ഇത് കൈക്കൂലിയായിട്ട് അദാനിയുടെ നിന്ന് വാങ്ങിച്ചിട്ട് വിമാനത്തെ യാത്ര ചെയ്തിട്ട് കേരളത്തെ വിറ്റ് തിന്ന ഉളുപ്പില്ലാത്തൊരു വർഗം. ആ ഉളുപ്പില്ലാത്ത വർഗം വന്ന് MSC കമ്പനിയായിട്ട് അദാനിയുടെയൊക്കെ കരാർ അറിഞ്ഞിട്ട് അത് മൂടി വെച്ചിട്ട് ഇവിടെ ഞങ്ങൾക്കെതിരെ കെട്ടുകഥ പറയുകയാണ്. ഇപ്പം എന്താ ഇവിടെ എഴുന്നള്ളിച്ചിട്ട് പോയത്, പറഞ്ഞിട്ട് പോയത്? അവിടെ വരുന്ന കപ്പലിൻ്റെ വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താ ഉമ്മൻചാണ്ടിയുടെ കരാറിലുള്ളത്? നമ്മൾ വീണ്ടും ഉമ്മൻചാണ്ടിയുടെ കരാറിലേക്ക് പോകാതെ ഈ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം എന്ന് നിങ്ങളുടെ പാർട്ടി പത്രമല്ലേ എഴുതിയത്? ഞാൻ മറുപടി പറയല്ലേ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കേൾക്കാൻ സൗകര്യപ്പെടുകയല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, വിഴിഞ്ഞത്ത് നടക്കുന്ന ഓപ്പറേഷന്റെ ചുമതല അദാനിക്കാണ്, കേരള സർക്കാരിനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. രാജീവ് പി നായർ ഞങ്ങളെ ഭർഷിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണോ? അവിടെ നടക്കുന്ന മുഴുവൻ ഓപ്പറേഷനും അദാനിയുടെ നിയന്ത്രണത്തിലാണ്, നിങ്ങൾക്ക് അറിയില്ലേ? അതല്ലേ കരാറ്. അത് പ്രകാരം കേരള സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ കപ്പലെണ്ണാൻ നിൽക്കുന്നത്? അത് MSCയുടെ കപ്പൽ വന്നോ വേറെ കപ്പൽ വന്നോ തീരുമാനിക്കേണ്ടത് അവരാണ്. ആ കപ്പലെല്ലാം വന്നു പോയാൽ അദാനി MSC നടക്കുന്ന തമ്മിലുള്ള എല്ലാ ചർച്ചയും കേരളം അറിഞ്ഞിരിക്കണോ? എന്നിട്ട് പിണറായി വിജയൻ അറിഞ്ഞു എന്ന് ഇവിടെ കള്ളം പറഞ്ഞിട്ട് പോയില്ലേ? അന്നേരം നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. നിങ്ങളാദ്യം ഈ വസ്തുത മനസ്സിലാക്കണം. ഒരു കരാർ ഉമ്മൻചാണ്ടി ഉണ്ടാക്കി. ആ കരാറിൽ 25% കൂടുതൽ ഓഹരി വിൽക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. അത് ലംഘിച്ചു. അതാണ് KC വേണുഗോപാൽ ചോദിച്ചത്. അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൂടി എൻ്റെ നേരെയാ. അതിന് ഉത്തരം ഞാൻ പറയേണ്ടത്, CPM പറയേണ്ടത്. വിദേശ നിക്ഷേപം വരുന്നു എന്ന് പറയുമ്പോൾ നിക്ഷേപം വരുന്നത് നല്ലതെന്ന് ഞങ്ങൾ പറയും. പക്ഷേ വരുന്നത് വിദേശ നിക്ഷേപമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കച്ചവടം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതല്ലേ വസ്തുത. ദേശാഭിമാനിൽ എന്താ എഴുതിയത്? LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം. MSC കമ്പനി അവിടെ ഉണ്ടായില്ലേ? സംശയം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കുകയും വിഴിഞ്ഞം കോൺക്ലേവ് നടത്തുകയും വിഴിഞ്ഞം വികസനത്തിന് നടപടി സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായ കോൺക്ലേവിൽ വിവിധ കമ്പനികൾ വന്നപ്പോൾ നിക്ഷേപിക്കും ഞങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് നിക്ഷേപിക്കാൻ പോകുന്നു ഒരു കമ്പനി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സ്വാഭാവികമായും നിക്ഷേപിക്കാൻ വന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇത് ഇത്ര പെട്ടെന്ന് കച്ചവടമാകും ഞങ്ങൾ വിചാരിച്ചില്ല. അത് ദേശാഭിമാനി വാർത്തപ്പെടുത്തപ്പോൾ സ്വാഭാവികമായും അത് കച്ചവടമാണ് എന്ന് ധരിക്കാതെ നിക്ഷേപം തെറ്റിദ്ധരിച്ചു. ആദ്യ അവസരത്തിൽ തന്നെ നിക്ഷേപമാണെന്ന് മനസ്സിലായ അല്ല എന്ന് മനസ്സിലാക്കി കച്ചവടമാണ് എന്ന് ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കച്ചവടമാണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടോ? ആവശ്യപ്പെടുന്നു. സെബിക്ക് കത്ത് കൊടുക്കണം. അദാനി ഇപ്പൊ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കളവായിട്ടാണ്, കേരള സർക്കാരിന് അനുമതി ഇല്ലാതെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അദാനിയും അതുപോലെ തന്നെ അപ്പുറത്ത് MSC തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് വോയിഡ് അബ് ഇഷ്യൂ ആണ്. മുൻകൂർ അനുമതി ഇല്ലാത്ത കൊണ്ട് വോയിഡ് അബ് ഇഷ്യൂ ആണ്. മുൻകൂർ അനുമതി ഇല്ല, ഇതാണ് പ്രശ്നം. മുൻകൂർ അനുമതി ഇല്ലാത്തതുകൊണ്ട് അത് നിലനിൽക്കത്തില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ നാക്കെവിടെ പോയി സതീശന്? വലിയ വർത്തമാനം പറയും സതീശന്റെ നാക്കെവിടെ പോയി? ചുമ്മാ പ്രേമലേഖനം അയച്ചാൽ മതിയോ? ഈ കരാർ നിലനിൽക്കത്തില്ല എന്ന് സെബി അറിയിച്ചോ? അത് പ്രകാരം ഓഹരി കൈമാറ്റം നടക്കില്ല എന്നവരെ അറിയിച്ചോ? അത് അറിയിക്കാൻ അവരോട് പറയുന്നതിന് പകരം ഞങ്ങളുടെ വിലക്കാരൻ വന്നാലോ? ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മാതൃഭൂമി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളെ ആക്രമിക്കുക, ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രവർത്തിക്കുക, ഞങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തവർ, ഈ വിഴിഞ്ഞ ഉണ്ടാക്കി ഞങ്ങൾ തെറ്റ് ചെയ്തവർ. പിന്നെ ആരാ ശരിയെല്ലാം ചെയ്തത്? കല്ലിട്ടിട്ട് പോയ ആളുകളോ അതിനെതിരെ ഉന്മോചന സമരം നടത്തിയവരോ? ഇതെല്ലാം കേട്ടോണ്ടിരിക്കണോ? ഏത് സംസ്കൃതം, ഏത് ഭാഷ? ഏത് ശരി ഉളുപ്പില്ലാത്ത വർഗമോ? ആരെ? ഞങ്ങളോ? നല്ല ചർച്ചയാണ് ആഗ്രഹിച്ചത്. എന്തായാലും അത് നടക്കും തോന്നുന്നില്ല. ഞാൻ ചെറിയ ഇടവേള എടുത്ത് എന്തായാലും വളരെ പെട്ടെന്ന് മറ്റതിഥികളിലേക്ക് തിരിച്ചു വരാം. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ TP ജയചന്ദ്രൻ, ഇപ്പോൾ MSC അത് ലോകത്തെ തന്നെ ഏറ്റവും നമ്പർ 1, ഈ മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും നമ്പർ 1 കമ്പനിയാണ്. അവർക്ക് അദാനിയുമായി സഹകരിച്ച് രാജ്യത്ത് മറ്റു 2 തുറമുഖങ്ങളിൽ നിലവിൽ തന്നെ പദ്ധതികളുണ്ട്. അത് മാത്രമല്ല മറ്റേതൊക്കെ രാജ്യങ്ങളിൽ, സിംഗപ്പൂരിൽ, ന്യൂയോർക്കിൽ, റോട്ടർഡാമിൽ, ലോസ് ഏഞ്ചൽസിലെല്ലാം MSC ഈ രീതിയിൽ വിജയകരമായി അവരുടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതൊരു ഭാഗത്ത്. ഇപ്പം ഈ LDFനും പ്രശ്നമുണ്ട്, UDFനും പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ഈ കമ്പനി ഈ ഒരു തീരുമാനത്തിൽ നിന്ന്, ഈ നിക്ഷേപം എന്നൊരു ആലോചനയിൽ നിന്ന് പിന്മാറിയാൽ അത് കേരളത്തിന് ഗുണകരമാകുമോ ഭാവിയിൽ?
MSc അതായത് നമ്പർ 1 പിന്നോട്ട് പോയാൽ പിന്നെ ആരെങ്കിലും വിശ്വസിച്ചു വരുമോ? നോക്കൂ ആര്യ, വികസനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം കേരളത്തിലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള തലമുറ അവർ കേരളത്തിൽ അവസരം ലഭിക്കാത്തതുകൊണ്ട് കേരളം വിട്ട് പുറത്തു പോവുകയാണ്. ഈ കേരളത്തിലെ ഉൽപ്പാദന രംഗത്തും ധനകാര്യ മാനേജ്മെൻറ്റ് രംഗത്തും മുതൽക്കൂട്ടാവേണ്ട ആളുകൾ അവർ കേരളത്തിലേക്കുള്ള ഈ വ്യാവസായിക അന്തരീക്ഷത്തിൻ്റെ പോരായ്മയെക്കുറിച്ച് ആശങ്കയുള്ളവരാണ്. മെല്ലെ മെല്ലെ കേരളം മാറി വരികയായിരുന്നു എന്നൊരു ചിന്തയ്ക്കായിരുന്നു നമുക്ക് ഇതുവഴി തുടക്കം കുറിച്ചിരുന്നത്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് ഒഴുകിയ ഏറ്റവും വലിയ വിദേശ നാണയ നിക്ഷേപമാണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഇത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് രാഷ്ട്രീയമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എക്കാലത്തും പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അടിച്ചാക്ഷേപിക്കുകയാണ് തങ്ങളുടെ ദൗത്യമെന്ന്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലെ യുവതലമുറ കേരളത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ചൂണ്ടിക്കാണിച്ചത് മാതിരിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നിയമാവലി തയ്യാറാക്കിയിടത്ത് പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടോ? അത് വ്യക്തമാക്കേണ്ടത് അതിന് നേതൃത്വം കൊടുത്തവരാണ്. അതിന് ഉത്തരവാദിത്തം അവർ ഒളിച്ചോടുകയാണോ ഈ ചർച്ചയിൽ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അവർ ചെയ്ത തീരുമാനത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ കമ്പനി മാത്രമായിട്ട് 99.99% വന്നു? പരിശോധിക്കേണ്ടതാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര രംഗത്തുള്ള കപ്പൽ ഏജൻസികൾ തയ്യാറായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഇവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിൽ ഇവർ അത് ഉപയോഗപ്പെടുത്തിയോ? അതല്ല, മറ്റ് കപ്പൽ കമ്പനികൾ അനുവാദം കൊടുത്തിട്ട് ചോദിച്ചിട്ട് കൊടുക്കാത്തതാണോ? അതല്ല, ഇത് പൂർണ്ണ തോതിൽ സജ്ജമാക്കുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള കരാർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലഭ്യമായ വിവരം വെച്ച് ഈ കരാറിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് വിവേചനങ്ങൾ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ സൂചിപ്പിച്ചത്. ഞാനത് നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ടും വായിച്ചില്ലാത്തതും എനിക്ക് പറയാൻ പറ്റില്ല. അതും നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഈ വിദേശ നാണയ നിക്ഷേപം അത് നഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം ഇതൊക്കെ ഒരു നാടകമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതല്ലാതെ പറയാൻ പറ്റില്ല. കാരണം ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു അഗ്രിമെൻ്റ് ഇല്ല, ഒരു വിൽപ്പനയ്ക്കുള്ള അപേക്ഷ ഇല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സെബിയുടെ അനുമതിക്ക് ശേഷം അവരത് സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ച് സംസ്ഥാന ഗവൺമെൻറ് അത് നിരാകരിക്കുമെന്ന വിശ്വാസം എനിക്കില്ല. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കേണ്ടതില്ലേ? സംസ്ഥാന സർക്കാരിന്റെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത്? അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനം ഏതാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പരിമിതമായ ബുദ്ധി വെച്ച് ആര്യ, അത്തരമൊരു വിൽപ്പന നടന്നതായി രേഖകളുണ്ടോ? വിൽപ്പനയെക്കുറിച്ച് ആലോചന നടക്കുന്നുണ്ട്. ആലോചന നടന്ന് വിൽപ്പനയെക്കുറിച്ച് വിലപറച്ചിലോ വ്യവസായ അതിന്റെ വ്യാപാരമോ തട്ടിലെത്തുമ്പോൾ അറിയിക്കേണ്ടവരെ എടുത്ത് അറിയിച്ച് അനുമതി വാങ്ങിയാൽ മതിയാകുമോ എന്നാണ് വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അതെ, സെബിക്ക് കത്ത് കൊടുത്തു. സെബി അവരുടെ അനുമതിക്ക് ശേഷം with reference to the captioned subject, we would like to inform you that the company has entered. അത് തുടങ്ങി എന്നുള്ളതാണ്, entered എന്നാണ്, തുടങ്ങും എന്നുള്ളതല്ല. entered, not started. ഞങ്ങൾ അതിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതെ, entered into share purchase and subscription agreement എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കരാറിനകത്ത് തന്നെ പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കരാറിനകത്ത് തന്നെ ഏതാ 5.1, 5.2, 5.3 ഇവർക്ക് ഓഹരി കൈമാറ്റം ചെയ്യാനുള്ള അവകാശം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അത് നൽകാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് റദ്ദാക്കാനുള്ള അധികാരം കേരള ഗവൺമെന്റിനുണ്ട്. അങ്ങനെ കേരള ഗവൺമെന്റ് അത് തയ്യാറാവുന്നില്ലെന്ന് വിചാരിക്കുക. അനിൽകുമാറിനോ എനിക്കോ അതെ അല്ല ഞാൻ അത് പറയട്ടെ, അനിൽകുമാർ സാർ
അവർ തയ്യാറാവുന്നില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അനിൽകുമാറിനോ എനിക്കോ ഒരു പൊതു താല്പര്യ ഹർജിയുമായിട്ട്, കാരണം ഒരു കരാർ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള കരാറാണ്, അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി തിരുത്തേണ്ടതാണ്. ശരി, ആ കരാർ റദ്ദാക്കിക്കേണ്ടതാണ്. ശരി, അതിന്റെ അനുബന്ധ നടപടികൾ ക്രമപ്രകാരം അല്ലെങ്കിൽ ക്രമരഹിതമാണെങ്കിൽ കേരളത്തിന്റെ താല്പര്യ വിരുദ്ധമാകുമെന്ന് മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിന് നമുക്ക് മുന്നോട്ട് പോകണം. ശ്രീ വി ജെ മാത്യു തിരിച്ചു വരാം. ശ്രീ വി ജെ മാത്യു, ഇപ്പൊ വല്ലാർപാടം നമ്മുടെ മുന്നിൽ ഒരു വലിയ ഉദാഹരണമായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഈ ഷിപ്പിംഗ് ലൈൻ വരാത്തതിനെ കൊണ്ട് അത് വല്ലാർപാടം ആ കമ്പനി എത്രത്തോളം പുറകോട്ട് പോയി. നമ്മൾ ഇതേപോലെ പണ്ട് വിഴിഞ്ഞത്ത് എന്തൊക്കെ സ്വപ്നങ്ങൾ, വികസന സ്വപ്നങ്ങൾ നമ്മൾ കണ്ടോ, അതുപോലെ ഒരു കാലത്ത് വല്ലാർപാടത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവിടെ ഒന്നുമില്ല. മൂത്താട്ടൊന്നും അടിക്കില്ല. അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ അനിൽകുമാർ, ഈ പറഞ്ഞ പോലെ ഈ വല്ലാർപാടം, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. വല്ലാർപാടത്തും നമ്മൾ ഇതുപോലെ കുറെ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം വലിയ വികസനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ വികസനം പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച വികസന സ്വപ്നങ്ങൾ വല്ലാർപാടത്ത് സംഭവിച്ചില്ല. കാരണം ഇതുപോലുള്ള ഒരു ഷിപ്പിംഗ് ലൈൻ വന്നില്ല. അല്ല, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നഷ്ടത്തിലല്ല. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത വല്ലാർപാടത്തില്ല. വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്വാഭാവിക തുറമുഖമാണ്. 20 മീറ്ററിലേറെ ആഴമുണ്ട്. ഏത് മദർഷിപ്പിനും വരാം. നമ്മുടെ വലിയ കപ്പൽ ചാലിൽ നിന്ന് 28 നോട്ടിക്കൽ മൈൽ അകലം മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 1000 കപ്പൽ വന്നത്. പിന്നെ ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ട് വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയും. നമ്മുടെ മുമ്പിലെ പ്രശ്നം എന്താണ്? ഇത്രയുള്ള സിമ്പിൾ കാര്യം. ഒരു സോൾ പ്രൊപ്പറേറ്ററായിട്ട് അവിടുത്തെ ഈ കമ്പനി വന്നാൽ വിഴിഞ്ഞത്തിൻ്റെ ഭാവി വികസനം തടസ്സപ്പെടും. അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകും. അതിൻ്റെ മത്സരം ഇല്ലാതെയാവും. അതുകൊണ്ടാണ് കരാറിലൊരു വ്യവസ്ഥയുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കരാർ 25% കൂടുതൽ ഓഹരി കൈമാറ്റം പാടില്ല. അങ്ങനെ വേണമെങ്കിൽ കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം. അറിവല്ല വേണ്ടത്, അനുമതി. ആ അനുമതി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇവരുണ്ടാക്കിയ എഗ്രിമെൻ്റ് ഇൻവാലിഡാണ്, OIWC ആണ് എന്ന് ഒരു കത്ത് കൊടുത്താൽ മതി. അത് തയ്യാറല്ല VD സതീശൻ. ഈ KC വേണുഗോപാൽ തിരുത്തി പറഞ്ഞിട്ടും VD സതീശൻ തീരുമാനം എന്തായിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ പറ്റുമോ? അല്ലല്ല, അങ്ങനല്ല. എംപവേർഡ് കമ്മിറ്റി എന്തിനാണ്? ഇവരുടെ ഈ തീരുമാനം അംഗീകരിക്കേണ്ട കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ നിയമവകുപ്പ് സെക്രട്ടറി ആരാണ്? ആ കമ്മിറ്റിയിലുള്ള തുറമുഖ സെക്രട്ടറി ആരാണ്? അതിലെ തൊട്ടപ്പുറത്തുള്ള മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പേഴ്സണൽ സെക്രട്ടറി ആരാണ്? ഇത് മൂന്നും ഒരാളാണ്. ഇത് മുഴുവൻ സതീശനെ തീരുമാനിക്കുന്നത്. നിയമം, തുറമുഖം, മുഖ്യമന്ത്രി, പൊതുഭരണം, ഈ വകുപ്പുകളെല്ലാം സതീശനിലിരിക്കുന്നു. സതീശൻ ഒറ്റയാൾ തീരുമാനിക്കുന്നു. വേറൊരാൾക്കും സേയില്ല. മറ്റത് ബെക്കാടി വന്നപ്പോൾ ലിജുവിൻ്റെ പിണക്കം നമ്മൾ കണ്ടു. ഇവിടെ ലിജു ഇല്ല പിണങ്ങാൻ. കാരണം എന്താണ്? തുറമുഖ വകുപ്പ് സതീശൻ്റെ കയ്യിലാണ്. ദിവ്യ അയ്യർ അവിടെ ഉണ്ടായിരുന്നു. അവരെ എന്തിനാ മാറ്റിയത്? ശബരിനാഥനെ വിശ്വാസമില്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ ദിവ്യ അയ്യർ അവിടെ കാണുമോ? അങ്ങനെ ദിവ്യ അയ്യരെ പോലെ ഏറ്റവും പരിണതപ്രജ്ഞയായ ഒരു ഉദ്യോഗസ്ഥ സുതാര്യതയോടെ നിർവഹിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് മുമ്പ് ഒരു പ്രയോഗം നടത്തിയിട്ട് ഞങ്ങളെ കേൾപ്പിച്ചിട്ട് പോയത്. ഇത്ര വൃത്തിയായി ഈ പദ്ധതി നടപ്പാക്കിയ ഒരു ഗവൺമെന്റിനെയാണ് സ്പർശിച്ചിട്ട് സതീശൻ ഉണ്ടാക്കി വെച്ച അദാനി സേവയ്ക്ക് ഞങ്ങൾ ചീത്ത നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ശ്രീ അനിൽകുമാർ, മെയ് 13-ാം തീയതി വരെ വിഴിഞ്ഞത്തേക്ക് 933 കപ്പലുകളാണ് വന്നത്. അതിൽ 928 MSCയുടെ തന്നെയാണ് ഓൾറെഡി. അതെ, അതാണ് കരാറിലെ പ്രശ്നം. നിങ്ങൾ ഈ വിഴിഞ്ഞത്തെ എത്ര കപ്പൽ ആരുടെയൊക്കെ വരണം തീരുമാനിക്കുന്ന കേരള സർക്കാരാണോ അദാനിയാണോ? അല്ല, കരാർ പ്രകാരം 40 കൊല്ലം അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. അതെ, ഓപ്പറേഷൻ അദാനിയാണ്. നിങ്ങൾക്ക് തന്നെ അധികാരം. ഈ കരാർ എഴുതി കൊടുത്തവര്, ഈ കരാർ ഒപ്പിട്ട് കൊടുത്ത ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടിയെ മഹത്വപ്പെടുത്തിയിട്ട് MSCയുടെ കപ്പലേ വന്നുള്ളെന്ന് പറഞ്ഞ് പിണറായി ആക്രമിക്കുന്നത് എന്തിനാണ്? കരാറിലെ വ്യവസ്ഥ പ്രകാരം കപ്പൽ ഏത് വരണം തീരുമാനിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നവരല്ലേ? ഏത് കപ്പൽ വരണമെന്ന് പെർമിഷൻ കൊടുക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനിയല്ലേ? അദാനി MSCയുടെ കപ്പലിനെ കയറ്റുള്ളൂ. അവിടെ അല്ല വേറെ കപ്പലിനെ കയറ്റണമെന്ന് പറയാൻ സർക്കാരിന് അധികാരം വ്യവസ്ഥയുണ്ടോ? സർക്കാരിന് പിടിക്കാനുള്ള അധികാരമുള്ള ഇത്രേ ഉള്ളൂ.
25% കൂടുതൽ ഷെയർ കൈമാറ്റം ചെയ്താൽ ഇടതുപക്ഷം അത് ആവശ്യപ്പെടുന്നത് transfer of സംസ്ഥാന ownership ആയി. സർക്കാരിനെ അറിയിക്കാതെ അത് ഇതുമായി നിയമവിരുദ്ധമായി. മുന്നോട്ട് പോയത് കൊണ്ട് ഇപ്പോൾ സെബിക്ക് അയച്ച കത്തും അത് വാലിഡ് അല്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കണം, നിലപാടെടുക്കണം, ലീഗലായി നിലപാടെടുക്കണം, അല്ലേ? അത് മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഓഹരിക്കാരൻ, ഓഹരി ഉടമ കബളിപ്പിക്കപ്പെട്ടാൽ, ഈ ബിസിനസ് ഉണ്ടെന്ന് കരുതി MSCയുടെ ഓഹരി അതിന്റെ ഓഹരിക്ക് ഒരു വില ഉയർന്നാൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. സംസ്ഥാന സർക്കാരിനെ ചീറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് OEWC ആണെന്ന് സെബി അറിയിക്കണം. ഈ കരാർ നടപ്പിൽ വരാൻ പാടില്ല എന്ന് സെബി അറിയിക്കണം. ഓഹരി കമ്പോളത്തിൽ ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകരുതെന്ന് അവരെ അറിയിക്കണം. ഇതൊരു കരാറുണ്ടായാൽ ഉടനെ MSCയുടെ ഓഹരി വിപണി ഉയരും. അല്ലെങ്കിൽ ഇത്രയും രൂപ കിട്ടുന്നു പറഞ്ഞാൽ അദാനിയുടെ ഓഹരി വിപണി ഉയരും. വിഴിഞ്ഞം അവരുടെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ആവശ്യമുണ്ട്. എന്താണ് അത്? സംസ്ഥാന സർക്കാർ സമയത്ത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എതിർത്തില്ല. നിങ്ങൾ എതിർക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് നാളെ ചലഞ്ച് ചെയ്യാൻ അവകാശമില്ല എന്ന് വിധി വരില്ലേ? ഇത്തരം തർക്കങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല? ശരി, നിങ്ങൾ അറിഞ്ഞില്ല എന്ന് തർക്കം പറഞ്ഞു, അത്ര മതിയോ? നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല? ഇതിന്റെ ഇല്ലീഗാലിറ്റി ചൂണ്ടിക്കാണിച്ചില്ല. സോ ഇത് കേരള സർക്കാരിന്റെ മേലെ അദാനിയുടെ അധിനിവേശമായി മാറി. ഈ അധിനിവേശം ഇല്ലാതിരിക്കണമെങ്കിൽ ഇപ്പൊ കത്തയച്ചാൽ മതി. ശരി, അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല, അത് നിയമവിരുദ്ധമാണ്. ശരി, നിയമവിരുദ്ധമാണ് എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കണം. അത് എടുക്കുമോ? എന്തായിരിക്കും എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനം? അദാനിയാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെയൊക്കെ ചുമതലയുള്ള കേരളത്തിന് ചുമതലയുള്ള കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ മറ്റു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയരുകയാണ്. എങ്ങനെ ഇതിനെ പരിഹരിക്കും, വിഴിഞ്ഞത്തേക്ക് എങ്ങനെ നിക്ഷേപം ഉറപ്പിക്കും എന്നുള്ള കാര്യമുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും വളരെയധികം നന്ദി. ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ.